നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിചാരണ കോടതി മാറ്റണമെന്ന ഷുഹൈബ് വധക്കേസ് പ്രതികളുടെ ആവശ്യം തള്ളി. സംസ്ഥാനത്ത് ടിപ്പർ ലോറി അടക്കമുള്ള ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം. മാസപ്പടി കേസിൽ CMRLന്റെ ഹർജിയിലെ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി. പോലീസിനെതിരെ DGPക്ക് പരാതിയുമായി പിണറായി വിജയന്റെ ഡ്രൈവർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കാൻ വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബ് വധക്കേസിലെ പ്രതികൾ നൽകിയ ഹർജി തള്ളി. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ചുമതലയിലുള്ള 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി CJ ബെന്നിയാണ് ഹർജി തള്ളിയത്. തലശ്ശേരി 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. നാളെ വിചാരണ ഇതേ കോടതിയിൽ തുടരും. എന്നാൽ ഹർജി സെഷൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ടിപ്പർ ലോറി അടക്കമുള്ള ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം. സംസ്ഥാനത്ത് ഇന്നു മുതൽ ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെയും വൈകിട്ടുമാണ് നിയന്ത്രണം. നിയന്ത്രണം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന നടത്തും. മാസപ്പടി കേസിൽ CMRLന്റെ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി. മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്ന് EDക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ED അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് കമ്പനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അപ്പീലിലെ ആവശ്യം. പോലീസിനെതിരെ DGPക്ക് പരാതിയുമായി പിണറായി വിജയന്റെ ഡ്രൈവർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർ പോലീസിനെതിരെ DGPക്ക് പരാതി നൽകി. AKG സെന്ററിലെ ഡ്രൈവർ അനൂപാണ് പരാതി നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയനെ ഇറക്കിയ ശേഷം തിരികെ പോരുന്നതിനിടെ പോലീസുകാർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. പോലീസുകാർ മർദ്ദിച്ചുവെന്നും ഡ്രൈവർ അനൂപിന്റെ പരാതിയിൽ പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കാൻ വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വെർച്വൽ ക്യൂ സംവിധാനം നടപ്പാക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ആവിഷ്കരിച്ച ഫേസ് ആപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് വെർച്വൽ ക്യൂ ഒരുക്കുന്നത്. ക്യൂ കോംപ്ലക്സ് പ്രാവർത്തികമാക്കുന്നത് വരെയാണ് ഈ സംവിധാനങ്ങൾ. അത്യാധുനിക ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതോടെ ഭക്തർക്ക് ബുദ്ധിമുട്ട് അവസാനിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ദേവസ്വം ചെയർമാൻ അറിയിച്ചു.